താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. ദൈവാദി ദൈവത്തിനു സ്തോത്രം ചെയ്യുവിൻ, ദൈവാദി ദൈവത്തിനു സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. കർത്താവി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, കർത്താവി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. സർവശക്തനു പാടി സ്തോത്രം ചെയ്യുവിൻ, സർവശക്തനു പാടി സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. സൃഷ്ടികർത്താവിനു സ്തോത്രം ചെയ്യുവിൻ, സൃഷ്ടികർത്താവിനു സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. താളത്തോടെ താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. സൗഖ്യദായകനു സ്തോത്രം ചെയ്യുവിൻ, സൗഖ്യദായകനു സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. ജീവദായകനു സ്തോത്രം ചെയ്യുവിൻ, ജീവദായകനു സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. നല്ല ഇടയനു സ്തോത്രം ചെയ്യുവിൻ, നല്ല ഇടയനു സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. അപ്പം നൽകുന്നവന് സ്തോത്രം ചെയ്യുവിൻ, അപ്പം നൽകുന്നവന് സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. എഫെസ്യർ 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരാകണം. ജീവവചന ധ്യാനചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ വേരൂന്നുക എന്ന വിഷയമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൂടപ്പിറപ്പുകളെ, ഒരു വൃക്ഷം ഫലം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് അതിൻ്റെ മേലുള്ള ഉടമസ്ഥൻ്റെ ആഗ്രഹവും ലക്ഷ്യവും. അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതവും. ഏറ്റവും ശ്രദ്ധയോടെയും കരുതലോടെയും നട്ട ഒരു വൃക്ഷത്തെ പോലെയാണ്. നല്ല നിലത്ത് നട്ടിരിക്കുന്നത് കൊണ്ട് വളരണമെന്നും ഫലം കായ്ക്കണമെന്നുമില്ല. വളർന്ന് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നട്ട നിലത്ത് ആഴത്തിലേക്ക് വേരൂന്നിയെങ്കിലേ അത് വളരുകയും ഫലം കായ്ക്കുകയും ചെയ്യുകയുള്ളൂ. ഒരു ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്നത് വേരൂന്നുക, തളിർത്ത് പൂവിടുക,
ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ഇതിനാവശ്യമായ ജീവൻ സർവശക്തനായ ദൈവം നമ്മിൽ പകർന്നിട്ടുണ്ട്. ഒരു വൃക്ഷത്തിന് അതിനാവശ്യമായ പോഷണം കിട്ടണമെങ്കിൽ അതിൻ്റെ വേരുകൾ മണ്ണിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണം. ആ വൃക്ഷം ഉറപ്പോടെ നിൽക്കണമെങ്കിലും വേരാഴത്തിലേക്ക് ഇറങ്ങിയെങ്കിലേ മതിയാകുകയുള്ളൂ. എപ്രകാരമൊക്കെയാണ് ഒരു വിശ്വാസി വേരൂന്നേണ്ടത്? വിശ്വാസിയുടെ വേര് എന്നതൊക്കെ എന്തൊക്കെയാണ് എന്ന് തിരുവചന വേദഭാഗങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുവാൻ കഴിയും. അവനിൽ വേരൂന്നിയും ആത്മീയ വർധനം പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ എന്നത്രേ കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തുയേശുവിൽ വേരൂന്നി ദൈവസ്നേഹത്തിൽ തികഞ്ഞ് ആർക്കും പറിച്ചെടുക്കുവാനാവാത്ത നിലയിൽ വിശ്വാസത്തിൻ്റെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നാം വേരിറക്കണം. ദൈവസ്നേഹത്തിൽ നാം വേരൂന്നുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവകൃപയും ആത്മശക്തിയും നമ്മിൽ വർദ്ധിക്കും. ആത്മീയ വർധന പ്രാപിക്കുവാൻ ഇതല്ലാതെ വേറെ കുറുക്കുവഴികൾ ഒന്നുമില്ല എന്ന് നാം തിരിച്ചറിയുക. ഒരു ക്രിസ്തുവിശ്വാസിയുടെ ആത്മീയ വേരുകൾ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണം. നമുക്ക് വേണ്ടി സകലവും തന്ന് സ്വന്തം പ്രാണനെ പോലും നമുക്ക് വേണ്ടി വെടിഞ്ഞ് പാപമില്ലാത്ത രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി തനിക്ക് സ്വന്തമാക്കി തീർത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ പ്രിയരെ ആരും നമ്മെ സ്നേഹിച്ചിട്ടില്ല. ഇന്നും ആ സ്നേഹം വറ്റിപ്പോയിട്ടില്ല. ലോകത്തിൻ്റെ സ്നേഹം ഇവിടെയുള്ള എന്തിൻ്റെയെങ്കിലുമൊക്കെ വെളിച്ചത്തിലാണ്. അത് കുറയുമ്പോൾ ആ സ്നേഹവും കുറയും. എന്നാൽ ദൈവസ്നേഹം അങ്ങനെയല്ലല്ലോ. ആ സ്നേഹത്തിന് പകരം വയ്ക്കുവാൻ ഒന്നുമില്ല. ആ സ്നേഹം ലോകത്തിന് വിലമതിക്കാൻ ആവുന്നതുമല്ല. ആ സ്നേഹത്തിലാണ്, അവനിലാണ് നാം ഓരോരുത്തരും വേരൂന്നേണ്ടത്. ക്രിസ്തു ഹൃദയങ്ങളിൽ വിശ്വാസത്തിൽ വസിക്കുന്ന അനുഭവം നമുക്ക് യഥാർത്ഥമാകണമെങ്കിൽ പ്രിയരെ, ഒന്നാമത്തെ പ്രത്യക്ഷമായ അനുഭവം സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുക എന്നുള്ളതാണ്. അതിൽ നിന്നാണ് മറ്റെല്ലാ അനുഭവങ്ങളും ആരംഭിക്കുന്നത്. പ്രിയരെ, ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും എന്താണെന്നുള്ളത് നാം ഗ്രഹിക്കുവാനിടയാകണം. അതിൻ്റെ നീളം എന്നത് അങ്ങ് നിത്യതയോളം നീളമുള്ളതാണ്. അതിന് അവസാനമില്ല. നിത്യതയ്ക്ക് അവസാനമില്ലല്ലോ. അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതുമല്ല. അത് അളന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ ഇവിടെയുള്ള അളവുകോലുകൾ ഒന്നും മതിയാകുകയില്ല. അതിൻ്റെ വീതി എന്നത് നമുക്ക് ചുറ്റും ഇടത്തോട്ടും വലത്തോട്ടും നോക്കുക. കൊടാനുകൂടി ആളുകൾക്കിടയിൽ നിന്ന് എന്നെയും നിങ്ങളെയും വ്യക്തിപരമായി അറിഞ്ഞ് പേര് ചൊല്ലി വിളിച്ച് മാറോടണച്ച് വില കൊടുത്തു വാങ്ങി സ്വന്തമാക്കിയ ആ സ്നേഹം, അതിൻ്റെ ആഴം എന്നത് താഴെ പാതാളം, അടിയില്ലാക്കുഴി എന്നാണ് അതിനെ വിളിക്കുന്നത്, വർണ്ണിക്കുന്നത്. അതായത് നിത്യനരകം. അതിലേക്ക് വീഴ്ത്തപ്പെട്ടാൽ ആഴത്തിലേക്ക് വീണുകൊണ്ടേയിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുക. ആ എരിയുന്ന നരകാഗ്നിയുടെ ആഴത്തിലേക്കുള്ള വീഴ്ചയിൽ നിന്നാണ് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വാത്സല്യ കർത്താവ് യേശു ക്രിസ്തു, നമ്മുടെ രക്ഷകൻ കൈപിടിച്ച് കോരിയെടുത്ത് നിത്യാവകാശം തന്ന് നമ്മെ സ്നേഹിച്ചത്. പ്രിയരെ, അതിൻ്റെ ഉയരം എന്നത് അങ്ങ് അത്യുന്നത സ്വർഗത്തിലേക്ക് നോക്കാൻ കഴിയുമെങ്കിൽ, നമ്മുടെ കണ്ണ് ആ സിംഹാസനത്തിൽ എത്തുമെങ്കിൽ അതാണ്. ഇപ്രകാരമുള്ള ഈ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക്, അതിൻ്റെ പരപ്പിലേക്ക് നാം നമ്മുടെ വേരുകൾ, വിശ്വാസത്തിൻ്റെ വേരുകൾ തന്നെ ഇറക്കി അടിസ്ഥാനപ്പെടുക, ഉറച്ചു നിൽക്കുക. ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തിയുണ്ടെങ്കിൽ പ്രിയരെ, അതിന് ആഴവും ഉണ്ടായിരിക്കും. അതിൻ്റെ വേരുകൾ ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴത്തിൽ ഇറക്കണം. അതുകൊണ്ട് കൂടപ്പുറപ്പുകളെ, വിശ്വാസ ജീവിതത്തിന് ചുറ്റും വീശിയടിക്കുന്ന കൊടുങ്കാറ്റുകൾ നിങ്ങളുടെ വേരുകളുടെ ബലം വെളിവാക്കുന്നതാണ്.
വേരുകൾ ബലപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ആഴത്തിലേക്ക് ഇറക്കിയിരിക്കുന്നുവെങ്കിൽ ഒരു കൊടുങ്കാറ്റിനും നിങ്ങളെ പറിച്ചു കളയുവാൻ, നിങ്ങളെ കടപുഴക്കി കളയുവാൻ കഴിയുകയില്ല. ആഴത്തിലേക്ക് വേരിറക്കുക, നിലനിർത്തപ്പെടുക, ഫലം പുറപ്പെടുവിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസം, ഈ നല്ല സമയം ഞങ്ങൾക്ക് ദാനം തന്നതിനായി സ്തോത്രം. ഈ വചനം വായിച്ച് ധ്യാനിച്ച് ബലം പ്രാപിപ്പാൻ, കർത്താവേ, ആത്മീയമായ ധൈര്യം സംഭരിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. വചനം കേട്ട് സമർപ്പണത്തോടെ പ്രാർത്ഥനയ്ക്ക് ഹൃദയത്തെ ഏകാഗ്രമാക്കി കണ്ണുകളടച്ച് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിൻ്റെ ബലം പകർന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. ദൈവസ്നേഹത്തിന് ആഴത്തിലേക്ക് വേരൂന്നി നിൽക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും പ്രാപിച്ച വിജയകരമായ ഒരു ജീവിതം ഇന്ന് പകലിൽ അങ്ങയുടെ മുൻപിൽ കാഴ്ചവെക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാണ്. പ്രാർത്ഥനകൾക്ക് നമ്മുടെ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. തമ്പേരി താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേരി താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. സർവശക്തരു പാടി സ്തോത്രം ചെയ്യുവിൻ, സർവശക്തരു പാടി സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. സൃഷ്ടികർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, സൃഷ്ടികർത്താവിന് സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. താളത്തോടെ താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേരി താളത്തോടെ താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. സൗഖ്യദായകന് സ്തോത്രം ചെയ്യുവിൻ, സൗഖ്യദായകന് സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. ജീവദായകന് സ്തോത്രം ചെയ്യുവിൻ, ജീവദായകന് സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. തമ്പേരി താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേരി താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. നല്ല ഇടയന് സ്തോത്രം ചെയ്യുവിൻ, നല്ല ഇടയന് സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. അപ്പം നൽകുന്നവന് സ്തോത്രം ചെയ്യുവിൻ, അപ്പം നൽകുന്നവന് സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. താളത്തോടെ താളമേളത്തോടെ കർത്താവിനെ സ്തുതി
താളത്തോടെ താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം.